റഷ്യൻ വിമാനങ്ങൾ തങ്ങളുടെ വ്യോമ അതിർത്തി ലംഘിച്ചാൽ അവയെ വെടിവെച്ചിടാൻ നാറ്റോ രാജ്യങ്ങൾ മടിക്കരുത് എന്നാണ് അമേരിക്ക ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ട്രംപ് ആണ് ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. യുക്രൈനുമായി റഷ്യയുടെ യുദ്ധം തുടരുന്നതിനിടയിൽ ഈ ആഴ്ച പോളിഷ് വ്യോമ അതിർത്തിയിലേക്ക് റഷ്യൻ ഡ്രോണുകൾ പ്രവേശിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ കടുത്ത പ്രസ്താവന വരുന്നത്. UN ആസ്ഥാനത്ത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്കൊപ്പം നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു ട്രംപ്. റഷ്യൻ വിമാനങ്ങൾ തങ്ങളുടെ വ്യോമ അതിർത്തിയിൽ പ്രവേശിച്ചാൽ നാറ്റോ രാജ്യങ്ങൾ അവയെ വെടിവെച്ചിടേണ്ടതുണ്ടോ എന്നായിരുന്നു ചോദ്യം. ഉണ്ട് എന്ന് ട്രംപ് കൃത്യമായി മറുപടി നൽകി. എടോ, താൻ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടോ എന്നായിരുന്നു ഇതിന് സമൂഹ മാധ്യമങ്ങളിൽ വന്ന ട്രോള്. അത്തരമൊരു സാഹചര്യത്തിൽ US നാറ്റോ സഖ്യകക്ഷികൾക്ക് പിന്തുണ നൽകുമോ എന്ന ചോദ്യത്തിന് അത് സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കും, എന്നാൽ നാറ്റോയോട് ഞങ്ങൾക്ക് ശക്തമായ നിലപാടുണ്ട് എന്നും പറയുന്നുണ്ട് അദ്ദേഹം. UN പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ ലോക നേതാക്കൾ ന്യൂയോർക്കിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. ഈ സമ്മേളനത്തിന്റെ ഭാഗമായി ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് ഉൾപ്പെടെ നിരവധി ഉന്നതരുമായി ഉഭയകക്ഷി ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നതിൽ ട്രംപ് അതൃപ്തനാണെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഒത്തുതീർപ്പ് ചർച്ചകളോടുള്ള വിമുഖതയിൽ അദ്ദേഹത്തിന് ക്ഷമ നഷ്ടപ്പെട്ടതായും റിപ്പോർട്ടുകളിൽ പറയുന്നു. റഷ്യൻ പ്രകോപനങ്ങൾക്ക് നാറ്റോ രാജ്യങ്ങൾ തിരിച്ചടി നൽകണമെന്ന് അദ്ദേഹം ഉണർത്തിയിട്ടുണ്ട്. ഈ മാസം യുക്രൈൻ അല്ലാത്ത രാജ്യങ്ങളുടെ വ്യോമ അതിർത്തിയിൽ റഷ്യൻ വിമാനങ്ങൾ പ്രവേശിച്ച 3 പ്രധാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സെപ്റ്റംബർ 19-ന് 3 റഷ്യൻ MiG-31 ജെറ്റുകൾ ഫിൻലാൻഡ് ഉൾക്കടലിലൂടെയുള്ള 12 മിനിറ്റോളം എസ്തോണിയൻ വ്യോമ അതിർത്തിയിൽ പ്രവേശിച്ചു. അന്ന് നാറ്റോ വിമാനങ്ങൾ അവയെ തടഞ്ഞെങ്കിലും വെടിവെച്ചിട്ടില്ല. ഏതാനും ദിവസങ്ങൾക്കു ശേഷം സെപ്റ്റംബർ 21-നും സമാനമായൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങളെ നേരിടുന്നതിൽ നാറ്റോയുടെ പ്രതികരണങ്ങളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സംവാദങ്ങൾക്ക് ട്രംപിന്റെ ഈ പ്രസ്താവന പുതിയ തലം നൽകും. ഭാവിയിലെ നയതന്ത്ര നിലപാടുകളിലും ഇത് സ്വാധീനം ചെലുത്തും. റഷ്യ പിടിച്ചെടുത്ത ഭൂപ്രദേശങ്ങൾ മുഴുവനും തിരിച്ചുപിടിക്കാൻ യുക്രൈന് സാധിക്കുമെന്നും ട്രംപ് പറയുന്നു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപിന്റെ വാക്കുകൾ. ക്രൈമിയ ഉൾപ്പെടെ റഷ്യ പിടിച്ചെടുത്ത ഭൂമി യുക്രൈൻ തിരികെ ലഭിക്കില്ലെന്നായിരുന്നു ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നത്. പുതിയ പ്രസ്താവനയും നിലപാട് മാറ്റമാണ്. യുക്രൈന്റെയും റഷ്യയുടെയും സൈനികവും സാമ്പത്തികവുമായ സാഹചര്യം അവലോകനം ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ട ഭൂപ്രദേശങ്ങൾ യൂറോപ്യൻ യൂണിയന്റെ സഹായത്തോടെ തിരിച്ചുപിടിക്കാൻ യുക്രൈൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. സമയവും ക്ഷമയും യൂറോപ്പിന്റെയും നാറ്റോയുടെയും സഹായവും ഉണ്ടെങ്കിൽ യുദ്ധം ആരംഭിച്ചപ്പോൾ അതിർത്തികൾ എങ്ങനെയായിരുന്നോ ആ നിലയിലേക്ക് യുക്രൈന് തിരികെ വരാനാകും. റഷ്യ വെറും കടലാസുപുലി മാത്രമാണ്. യഥാർത്ഥ സൈനിക ശക്തിക്ക് ഒരാഴ്ച കൊണ്ട് വിജയിക്കാൻ കഴിയുന്ന ഒരു യുദ്ധത്തിലാണ് ലക്ഷ്യബോധമില്ലാതെ അവർ 3.5 വർഷമായി പോരാടിക്കൊണ്ടിരിക്കുന്നത്. പുടിനും റഷ്യയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇതാണ് യുക്രൈന് പറ്റിയ സമയം. ഞങ്ങൾ നാറ്റോയ്ക്ക് ആയുധം നൽകുന്നത് തുടരും. അതുകൊണ്ട് എന്തു ചെയ്യണമെന്ന് നാറ്റോ തീരുമാനിക്കും. ട്രംപ് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിലാണ് ഇക്കാര്യങ്ങൾ അറിയിക്കുന്നത്. 2014-ൽ റഷ്യ യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത ക്രൈമിയ തിരിച്ചു നൽകുന്നത് ചർച്ചയാക്കില്ല എന്നായിരുന്നു നേരത്തെ ട്രംപിന്റെ നിലപാട്. ഇക്കാര്യം പരസ്യമായി പ്രഖ്യാപിച്ച ട്രംപ് യുക്രൈന് മുന്നിൽ നാറ്റോയുടെ വാതിൽ തുറക്കില്ലെന്ന സൂചനയും നൽകിയിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളിൽ നിലപാട് മാറ്റുകയാണ് ട്രംപ് ഇവിടെ. പടിഞ്ഞാറ് രാജ്യങ്ങൾക്കെതിരായ കുടിയേറ്റ കടന്നാക്രമണത്തിന് ഐക്യരാഷ്ട്രസഭ ധനസഹായം നൽകുകയാണ് എന്ന് US പ്രസിഡന്റ് ട്രംപ് ആരോപിച്ചു. ചൊവ്വാഴ്ച ന്യൂയോർക്കിൽ നടന്ന UN പൊതുസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ട്രംപ് ഈ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. യുദ്ധകാര്യങ്ങളിൽ മുൻ നിലപാടുകൾ ട്രംപ് ആവർത്തിക്കുകയും ചെയ്തു. അതേസമയം യൂറോപ്പ് നരകത്തിലേക്ക് നീങ്ങുകയാണ് എന്നും നിയന്ത്രണമില്ലാതെ കുടിയേറ്റം മൂലം പടിഞ്ഞാറൻ രാജ്യങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. തുറന്ന അതിർത്തികളുടെ പരാജയപ്പെട്ട പരീക്ഷണം അവസാനിപ്പിക്കാൻ ട്രംപ് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. തന്റെ കടുത്ത കുടിയേറ്റ നിയന്ത്രണ നയങ്ങളുടെ വിജയത്തെ പ്രശംസിക്കുകയും ചെയ്തു അദ്ദേഹം. വീമ്പ് പറച്ചിലിനൊപ്പമാണ് ഇതെല്ലാം ട്രംപ് പറയുന്നത്. ഐക്യരാഷ്ട്രസഭ നിയമവിരുദ്ധമായി US-ലേക്ക് വരുന്ന ആളുകൾക്ക് പണമിടപാടുകളിലൂടെ ധനസഹായം നൽകുന്നുണ്ടെന്നും ഇത് UN സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നതിന് തുല്യമാണെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി.
1 മണിക്കൂറോളം നീണ്ട പ്രസംഗത്തിൽ UN രാജ്യങ്ങളെ അധിനിവേശങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയാണ് ചെയ്യേണ്ടതെന്നും അത്തരം അധിനിവേശങ്ങൾ സൃഷ്ടിക്കുകയോ അവയ്ക്ക് ധനസഹായം നൽകുകയോ ചെയ്യരുതെന്നും ട്രംപ് ഊന്നിപ്പറഞ്ഞു. നിയന്ത്രണമില്ലാത്ത കുടിയേറ്റമാണ് നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെന്നും ലോക നേതാക്കൾ ഈ വസ്തുത അംഗീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പാശ്ചാത്യ സഖ്യ കക്ഷികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങളുടെ രാജ്യങ്ങളെ നിയന്ത്രണമില്ലാത്ത കുടിയേറ്റം നശിപ്പിക്കുകയാണ് എന്ന് അദ്ദേഹം ശക്തമായ ഭാഷയിൽ കുറ്റപ്പെടുത്തി. യൂറോപ്പ് വലിയ കുഴപ്പത്തിലാണ്. അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധ നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ അധിനിവേശിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ടും ആരും ഇത് മാറ്റാനോ അവരെ പുറത്താക്കാനോ ഒന്നും ചെയ്യുന്നുമില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇത് സുസ്ഥിരമല്ലെന്നും രാഷ്ട്രീയപരമായ ശരി നിലനിർത്താൻ ശ്രമിക്കുന്നതിനാൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ വിഷയത്തിൽ യാതൊരുവിധ ചെയ്തികൾ നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ലണ്ടൻ മേയർ സാദിഖ് ഖാനെയും ട്രംപ് രൂക്ഷമായി തന്നെ വിമർശിച്ചു. ലണ്ടൻ വളരെയധികം മാറിയെന്നും അവിടെ ശരിയത്ത് നിയമം നടപ്പാക്കാൻ ചിലർ ആഗ്രഹിക്കുന്നുവെന്നും എന്നാൽ അത് മറ്റൊരു രാജ്യമായതിനാൽ സാധ്യമല്ലെന്നും അദ്ദേഹം ആരോപിച്ചു. 15 മിനിറ്റ് മാത്രം ഉദ്ദേശിച്ച പ്രസംഗമാണ് 1 മണിക്കൂറോളം നീണ്ടത്. ഈ വിഷയത്തിലെ അദ്ദേഹത്തിന്റെ കടുത്ത നിലപാടുകൾ ആഗോളതലത്തിൽ വീണ്ടും ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. അമേരിക്കൻ നേതൃത്വത്തിലുള്ള സമാധാന ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ ഐക്യരാഷ്ട്രസഭ പരാജയപ്പെട്ടെന്നും ട്രംപ് പറയുന്നു. കരാറുകൾക്ക് അന്തിമ രൂപം നൽകുന്നതിൽ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് ഒരു ഫോൺ കോൾ പോലും ലഭിച്ചില്ലെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി. ഫലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകുന്നത് ഹമാസിനുള്ള വലിയൊരു പാരിതോഷികമാകുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഹമാസ് ബന്ദികളെ മോചിപ്പിച്ച് യുദ്ധം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തീരുവ പ്രശ്നത്തിൽ ചർച്ചകൾ തുടരുന്നതിനിടയിൽ ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ വിമർശനം തുടരുകയും ചെയ്തു ട്രംപ്. ഇരു രാജ്യങ്ങളും റഷ്യ യുക്രൈൻ യുദ്ധം പ്രോത്സാഹിപ്പിക്കുകയാണ്. റഷ്യൻ എണ്ണ വാങ്ങുന്നവർ അതാണ് ചെയ്യുന്നത്. റഷ്യയിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളും ഊർജം വാങ്ങുന്നു. ഇത് ഉടനെ അവസാനിപ്പിക്കണമെന്നും ട്രംപ് വ്യക്തമാക്കി. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് തന്റെ ഇടപെടലാണ് എന്ന് ഐക്യരാഷ്ട്രസഭയിലും ആവർത്തിച്ചു US പ്രസിഡന്റ്. ഐക്യരാഷ്ട്രസഭയുടെ കഴിവുകേടിനെ കുറിച്ചും ട്രംപ് വാചാലനായി. വെറും വാക്കുകൾ യുദ്ധങ്ങൾ അവസാനിപ്പിക്കില്ല. ആ വാക്കുകൾ കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും വിചാരം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് വിമർശനം കൂടുതൽ ശക്തമാക്കിയതും. ഐക്യരാഷ്ട്രസഭയുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ച ട്രംപ് അതിന് വളരെ വലിയ സാധ്യതകളുണ്ട് എന്ന് താൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്നും പക്ഷേ ആ സാധ്യതകൾക്കൊത്ത് ഉയരാൻ അതിന് സാധിക്കുന്നില്ല എന്നും വ്യക്തമാക്കി. തന്റെ 2ാം ഭരണകാലത്ത് ഇതുവരെ 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചുവെന്നും ഒരിക്കലും അവസാനിക്കാത്തവ ആണെന്ന് ആളുകൾ പറഞ്ഞിരുന്ന യുദ്ധങ്ങളാണ് അവയെന്നും ട്രംപ് അവകാശപ്പെട്ടു. കംബോഡിയയും തായ്ലാന്റും കൊസോവോയും സെർബിയയും പാകിസ്ഥാനും ഇന്ത്യയും ഇസ്രായേലും ഇറാനും ഈജിപ്തും എത്യോപ്യയും അർമേനിയയും അസർബൈജാനും കൂടാതെ DR കൊഗോയും റുവാഡയും തമ്മിലുള്ള ക്രൂരമായ അക്രമാസക്തമായ യുദ്ധവും ഉൾപ്പെടെയുള്ള സംഘർഷങ്ങൾ താൻ അവസാനിപ്പിച്ചുവെന്ന് ട്രംപ് അവകാശപ്പെടുകയാണ്.